ഞങ്ങളിവിടെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കേന്ദ്രത്തിൽ സാധാരണ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണം, ആരൊക്കെ പ്രസംഗിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന അവരാണ്. അതേസമയം സംസ്ഥാന ഗവൺമെൻറ് ആരെയൊക്കെ പങ്കെടുപ്പിക്കണമെന്നൊരു ശുപാർശ കൊടുക്കാനുള്ള അവകാശമുണ്ട്. ആ ശുപാർശയിൽ ഞങ്ങൾ കൊടുത്തിരുന്നിടത്ത് ചന്ദ്രശേഖരൻ്റെ പേരില്ല. അതേസമയത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പേര് ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരോട് ഉൾപ്പെടുത്തിയാണ് അവർ അയച്ചു തന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ അയച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. പ്രധാനമന്ത്രി പങ്കെടുക്കണമെങ്കിൽ അവിടെ നിന്ന് ഇത് വെച്ച് നമ്മൾ കാര്യം നടത്തണം. അതുകൊണ്ട് അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയായി കണക്കാക്കേണ്ടതില്ല. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നതനുസരിച്ച് സ്റ്റേജിൽ വരാനും വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാണിക്കേണ്ടത് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചത് ആർക്കും ഭൂഷണമായൊരു സമീപനമല്ല. അപ്പോൾ വിളിക്കാനാണെങ്കിൽ എത്ര പേർക്ക് അവിടെ വിളിക്കാം, വേറെ ആരും വിളിച്ചില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വേദി പൊതുവേദിയാണ്. അത് ഈ രൂപത്തിൽ മുദ്രാവാക്യം വിളിക്കും അത്തരത്തിലുള്ള പ്രചരണത്തിനും ആ വേദി ഒരുക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അന്നേരം തന്നെ ഞാൻ പറഞ്ഞു. പ്രധാനമന്ത്രി ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യമൊക്കെ പരാമർശം അതൊരു രാഷ്ട്രീയ പറയുന്ന വേദി കൂടിയായി മാറിയെന്നൊരു വിലയിരുത്തലുണ്ടോ? അല്ല, അത് അദ്ദേഹത്തിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ ഇന്നേ പറയാവുള്ളൂ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരും അവരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടായിരിക്കുമല്ലോ കാര്യങ്ങൾ പറയാം. നമ്മൾ നമ്മുടെ വീക്ഷണം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീക്ഷണം പറഞ്ഞു. പൊതുവിൽ ഈ വിഷയത്തോട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസന കാര്യത്തെയും തുറമുഖത്തെയും അദ്ദേഹം വലിയ രൂപത്തിൽ താല്പര്യപൂർവ്വം കേരള ഗവൺമെൻറ് അഭിനന്ദിച്ചുമാണ് സംസാരിച്ചത്. അതിനുശേഷം രാഷ്ട്രീയം പറയുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗം, നമ്മൾ നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞു. ഒറ്റ കാര്യം കൂടെ, ഈ ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യത്തെ വലിയ തോതിൽ വിമർശിക്കപ്പെടുമ്പോൾ ഈ BJP പ്രൊഫൈലുകളെ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും ഈ വിഴിഞ്ഞത്തിൻ്റെ ചർച്ചകൾ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വന്നാലും നാളെ അവിടെ പ്രവേശനം തരും. അവിടെ ഏതൊരു ഔദ്യോഗികമായ സന്ദർശനമോ തീരുമാനമോ ചർച്ചകൾക്കോ വേണ്ടിയതല്ല മുഖ്യമന്ത്രി വന്നത്. മറിച്ച് അത് സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാമെന്നൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മക്കളോട് സ്നേഹമുള്ളവരത് ചെയ്യും അല്ലേ, കുടുംബബന്ധം പൗത്രമായി സൂക്ഷിക്കുന്നവരും. അപ്പോൾ അതില്ലാത്തവർക്ക് ആ വിമർശനം തോന്നുക. അതുകൊണ്ട് ഇവിടെ ഔദ്യോഗികമായി യാതൊരു പ്രശ്നവും അതിനകത്തില്ല. ആ ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല. ഔദ്യോഗിക പരിപാടികളൊന്നും ഒന്നും പങ്കെടുത്തില്ല.